ഹലോ ഓൾ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 19-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലെ വളരെ പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്, ഇംഗ്ലീഷ് റൈറ്ററാണ് ജെയിൻ ഓസ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി. ഈ ജെയിൻ ഓസ്റ്റൻ എഴുതിയ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, ഒരു നോവലാണിത്. അപ്പോൾ ആ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറയുന്ന കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ മലയാള അർത്ഥം നമ്മൾ അഭിമാനവും മുൻധാരണയും മുൻവിചാരവും എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ഈ ഒരു പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറയുന്ന നോവല് ജെയിൻ ഓസ്റ്റൻ്റെ കൃതികളിൽ വെച്ച് വളരെ പ്രശസ്തമായ ഒന്നാണ്. മാത്രവുമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരുപാട് കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കഥയാണ് ഈ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് ഇതിലെ ക്യാരക്ടറുകളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ, ഈ ഒരു പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രധാന റോളുള്ള കഥാപാത്രങ്ങളെ മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓൾമോസ്റ്റ് ഒക്കെ പറയും. ബാക്കി ചെറിയ റോളുള്ള ചെറിയ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഈ കഥയുടെ ഒഴുക്കിലങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യം തന്നെ ബെന്നറ്റ് ഫാമിലിയെ പറ്റിയാണ്. ഒരച്ഛനും ഒരമ്മയും, അതായത് മിസ്റ്റർ ബെന്നറ്റും മിസ്സിസ് ബെന്നറ്റും. അച്ഛൻ്റെ പേരാണ് മിസ്റ്റർ ബെന്നറ്റ്, അമ്മയുടെ പേര് പറയുന്നത് മിസ്സിസ് ബെന്നറ്റ് എന്നാണ്. അതായത് ബെന്നറ്റ് ഫാമിലിയിലെ മാതാപിതാക്കളാണ് മിസ്റ്റർ ബെന്നറ്റും മിസ്സിസ് ബെന്നറ്റും. ഇവർക്ക് 5 മക്കളാണുള്ളത്. 5 മക്കളും പെൺകുട്ടികളാണ് കേട്ടോ. 5 പേരും വിവാഹിതരല്ല. അപ്പോൾ വിവാഹം കഴിക്കാത്ത 5 പെൺകുട്ടികൾ. ഇവരിൽ മൂത്ത ആളുടെ പേര് ജെയിൻ എന്നാണ്. ജെയിൻ എന്നതാണ് ഏറ്റവും മൂത്ത സന്തതി. അതിൻ്റെ നേരടിയിലുള്ളത് എലിസബത്ത്. എലിസബത്തിൻ്റെ നേരടിയിൽ മേരി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. മേരിൻ്റെ നേരെ ചെറുത് കാതറിൻ എന്ന് പറയും. അങ്ങനെ അവസാനത്തെ കുട്ടി ലിഡിയ. അങ്ങനെ 5 കുട്ടികളാണ്: ജെയിന്, എലിസബത്ത്, മേരി, കാതറിൻ, ലിഡിയ. ഈ 5 മക്കളാണ് ബെന്നറ്റ് ഫാമിലിക്കുള്ളത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ചാൾസ് ബിംഗ്ലി എന്ന് പറയുന്നത്. ചാൾസ് ബിംഗ്ലി മൂപ്പര് എന്ന് പറഞ്ഞാൽ ഒരു യുവാവാണ്, ഭയങ്കര പൈസക്കാരനാണ്, ഒരു വെൽത്തി മാനാണ്, ബിസിനസ് മാനാണ്. ഈ ചാൾസ് ബിംഗ്ലിയുടെ കൂടപ്പിറപ്പാണ്, അതായത് ചാൾസ് ബിംഗ്ലിയുടെ കട്ട ചങ്കാണ് ഡാർസി എന്ന് പറഞ്ഞ ചങ്ങായി. ചാൾസ് ബിംഗ്ലിയുടെ ഉറ്റ സുഹൃത്താണ് ഡാർസി. ഇവർ ഏകദേശം സമയത്തൊക്കെ ഒപ്പരാണ് ഉണ്ടാവല്, ഒരുമിച്ചാണ് ഉണ്ടാവല്. പിന്നെ പറയേണ്ട ഒരു കഥാപാത്രമാണ് വിക്കാം എന്നുള്ളത്. വിക്കാം എന്ന് പറഞ്ഞാൽ ഒരു സോൾജിയറാണ്. അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ, ബാക്കി നമുക്ക് കഥയിലൂടെ പറയാം. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നെതർഫീൽഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മാൻഷൻ ഉണ്ട്. മാൻഷൻ എന്ന് പറഞ്ഞാൽ വാടകയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു പെര, കുറച്ച് ആഡംബര സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പെര. ആ പെര ഉണ്ട്. ആ പെര നോക്കി നടത്തിയിരുന്നത് ബെന്നറ്റ് ഫാമിലിയാണ്. അതായത് ആ പുരയ്ക്ക് വരുന്നവരെ സ്വീകരിക്കേണ്ടതും ആ പുരയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ ചെയ്തത് ബെന്നറ്റ് ഫാമിലിയാണ്. മിസ്റ്റർ ബെന്നറ്റും മിസ്സിസ് ബെന്നറ്റുമാണ്. ആ വീട് ചാൾസ് ബിംഗ്ലി എന്ന് പറയുന്ന ഒരാൾ വാടകയ്ക്ക് വാങ്ങുകയാണ്. ബിംഗ്ലിയെ നമ്മൾ പറഞ്ഞു ഭയങ്കര പൈസക്കാരനാണ്, യങ് മാനാണ്, നല്ല വെൽത്തി സമ്പത്തുള്ള ആളാണ്. മാത്രമല്ല അത്യാവശ്യം കാണാനൊക്കെ ലുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ ബെന്നറ്റ് ഫാമിലിയിലെ അമ്മ ഉണ്ടല്ലോ, അതായത് മിസ്സിസ് ബെന്നറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനസ്സിലിങ്ങനെ ആവലാതിയാണ്. കാരണം തൻ്റെ 5 പെൺകുട്ടികളും ഒറ്റ ആളും വിവാഹം ചെയ്തിട്ടില്ല. അനുയോജ്യരായ ഭർത്താക്കന്മാരെ കിട്ടണം, എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നിങ്ങനെ എപ്പോഴും മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണ ഒരു ബേജാറെന്നൊക്കെ പറയില്ല, എപ്പോഴും ഒരു ബേജാറുള്ള ഒരു പെണ്ണാണ് ഈ മിസ്സിസ് ബെന്നറ്റ്. അപ്പോഴാണ് നമ്മൾ നോക്കി നടത്തുന്ന നമ്മുടെ ആ മാൻഷനിലേക്ക് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി ഒരു പണക്കാരനായ ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് എന്ന് ബെന്നറ്റ് അറിഞ്ഞത്. ബെന്നറ്റ് വളരെയധികം സന്തോഷവതിയായി. കാരണം എൻ്റെ 5 മക്കളിൽ ആരെങ്കിലും ഒരാളെ ഈ ബിംഗ്ലി എന്ന് പറയുന്ന ഈ പണക്കാരനെ കെട്ടിച്ചു കൊടുക്കണം എന്ന് ബെന്നറ്റ് ചിന്തിക്കുകയാണ്. 5 മക്കളിൽ ആരെങ്കിലും ഒരാളെ ഈ ബിംഗ്ലിക്ക് സെറ്റായ മതിയെന്ന് ബെന്നറ്റ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ ബിംഗ്ലിയെ കാണാൻ വേണ്ടി പോവുകയാണ്. സാധാരണയായിട്ടും അവർ നോക്കി നടത്തുന്ന ഒരു മാൻഷനാണല്ലോ, ഒരു വീടാണല്ലോ. അപ്പോൾ അവിടേക്ക് വാടകയ്ക്ക് വന്ന ആളെ കാണാൻ വേണ്ടി ഇവർ പോവുകയാണ്. അങ്ങനെ ഈ ബെന്നറ്റ് ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഒരു പരിപാടിക്ക് പോവുകയാണ്. ആ പരിപാടിയിൽ ശരിക്കും പറഞ്ഞാൽ ബിംഗ്ലി ഉണ്ടായിരുന്നു. ബിംഗ്ലിനെ കാണാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത് തന്നെ. അങ്ങനെ ഇവർ ആ പരിപാടിയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന സമയത്ത് ബിംഗ്ലി അറിയാതെ നമ്മുടെ ബെന്നറ്റ് ഫാമിലിയിലെ 5 മക്കളിൽ മൂത്തവളായിട്ടുള്ള ജെയിൻ ഉണ്ടല്ലോ, മൂത്തവളായ ജെയിനിനെ കാണുകയും അവർ തമ്മിൽ എന്തോ സ്പാർക്ക് അടിക്കുകയാണ്. ഇവർ പരസ്പരം പരിചയപ്പെട്ട് ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ച് പരസ്പരം ഡാൻസ് ചെയ്യുക പോലും ചെയ്തു, ഒരുമിച്ചു ഡാൻസ് ചെയ്യുക പോലും ചെയ്തു. അത്രത്തോളം ഇവർ പരസ്പരം അടുത്തുപോയി. അപ്പോൾ ഈ ഒരു സമയത്താണ് ബെന്നറ്റ് കുടുംബത്തിലെ രണ്ടാമത്തെ മോള് എലിസബത്ത്
ഇവളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു മൂലക്കിലിരിക്കുന്ന ഡാർസി എന്ന് പറയുന്ന ചെങ്ങായിനെ കാണുന്നത്. ഡാർസിയെ ഞാൻ പറഞ്ഞല്ലോ, ബിങ്ക്ലിയുടെ കട്ട ചങ്കാണ്, ഉറ്റ സുഹൃത്താണ് ഡാർസി. അപ്പോൾ ഡാർസിയെ കണ്ടു. അപ്പോൾ ഡാർസി ആണെങ്കിൽ അത്യാവശ്യം കാണാനൊക്കെ സുമുഖനായ, കാണാൻ മൊഞ്ചുള്ള ഒരു ചെറുപ്പക്കാരൻ. എലിസബത്ത് നേരെ ഡാർസിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കാണ്, നിങ്ങൾ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വരുന്നോ എന്ന് ചോദിക്കാണ്. എന്നാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡാർസി അത് നിരസിച്ചു കളഞ്ഞു. ഇത്രയ്ക്ക് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഡാർസി അത് നിരസിച്ചപ്പോൾ അത് എലിസബത്തിന് വല്ലാണ്ട് ഫീൽ ചെയ്ത്. എലിസബത്തിന് ഡാർസിയോട് വെറുപ്പും ദേഷ്യമൊക്കെ തോന്നും മനസ്സിൻ്റെ. മാത്രമല്ല ഡാർസി പറയുകയും ചെയ്തു, എലിസബത്ത് നല്ലൊരു സ്ത്രീ തന്നെയാണ്, പക്ഷേ എന്നെ ആകർഷിക്കാൻ മാത്രമൊന്നും അവൾക്ക് സൗന്ദര്യമില്ലെന്ന് ഡാർസി പറഞ്ഞു. ഇതും എലിസബത്തിന് വല്ലാണ്ട് ഫീലായി. പിന്നെ അങ്ങോട്ട് ഒരുപാട് ആഴ്ചകളൊക്കെ കടന്നുപോയി. ഡാർസി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എലിസബത്തിനെ കാണുകയും അവളുടെ ആ വിവേകവും ബുദ്ധിയൊക്കെ കാണുകയും അവളുടെ സൗന്ദര്യം ഇങ്ങനെ കണ്ട് ഡാർസിക്ക് എലിസബത്തിനോട് എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അവിടെ മുതലാണ് ഡാർസിയുടെ മനസ്സിനുള്ളിൽ എലിസബത്തിനോടുള്ള പ്രേമം മുട്ടിടുന്നത്. എന്നാൽ ഈ സമയത്തും ജെയിനും അതുപോലെ തന്നെ ബിങ്ക്ലിയും തമ്മിലുള്ള ആ ബോണ്ട് ഉണ്ടല്ലോ, ഓര് തമ്മിലുള്ള കമ്പനി നല്ലപോലെ പോകുന്നുണ്ട് കേട്ടോ. ഓര് നല്ല കമ്പനിയിലാണ്. അങ്ങനെ ഒരിക്കൽ ബിങ്ക്ലിയെ കാണാൻ വേണ്ടിയിട്ട് ജെയിന് ബിങ്ക്ലിയെ കാണാൻ വേണ്ടിയിട്ട് ബിങ്ക്ലിയുടെ ആ വീട്ടിലേക്ക് പോവുകയാണ്, ആ മാൻഷനിലേക്ക് പോവുകയാണ്. അവിടെ അവൾ കുറേ മഴയൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ ആയി അവൾ കിടപ്പിലായി, രോഗിയായി അവിടെ കിടപ്പിലാവുകയാണ്. അങ്ങനെ കുറേ ദിവസം ജെയിന് ബിങ്ക്ലിയുടെ പരിചരണത്തിൽ അവിടെ രോഗിയായി കിടക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ടും ഏട്ടത്തി തിരിച്ചു വരാത്തത് കൊണ്ട് എലിസബത്ത് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ച് അങ്ങനെ എലിസബത്ത് ഈ മാൻഷനിലേക്ക് തൻ്റെ സഹോദരി ജെയിനെ തിരഞ്ഞുകൊണ്ട് പോവുകയാണ്. കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. എലിസബത്ത് നടന്ന് ക്ഷീണിച്ച് അവിടെ എത്തി. കുറേ ദൂരം നടന്നുകൊണ്ട് തന്നെ അവളുടെ വസ്ത്രത്തിലാകെ ചളിയും ചീറും, അവളാകെ വേർത്ത് കുളിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. വേർത്ത് കുളിച്ചൊക്കെ അവിടെ എത്തി ഈ എലിസബത്ത് ഡോറിന് മുട്ടി. അങ്ങനെ വാതിൽ തുറന്നതെന്ന് പറഞ്ഞാൽ ബിങ്ക്ലിയുടെ സഹോദരി ഉണ്ടായിരുന്നു അവിടെ. ബിങ്ക്ലിയുടെ ഒരു സഹോദരിയാണ് ഡോർ തുറന്നത്. എന്നാൽ ഈ ബിങ്ക്ലിയുടെ ഈ സഹോദരി ഈ ചീറ് ചളിയിൽ കുളിച്ച് വരുന്ന വേർത്ത ഈ ഒരു പെണ്ണിനെ കണ്ടിട്ട് അത്രയ്ക്ക് താല്പര്യം തോന്നുന്നില്ല. ഇവളെ അപമാനിക്കാന്നല്ല, ഇവളെ പരിഗണിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാൻഷന്ന് എലിസബത്തിന് കാര്യമായിട്ടുള്ള പരിഗണന ഒന്നും ഈ ബിങ്ക്ലിയുടെ സഹോദരൻ്റെ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ എലിസബത്ത് തൻ്റെ സഹോദരി ജെയിനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബെന്നറ്റ് ഫാമിലീൻ്റെ അടുത്തായിട്ട് കുറച്ചപ്പുറത്തായിട്ട് ഒരു പട്ടാള ക്യാമ്പ് വന്ന് തമ്പടിക്കണത്. ഒരു പട്ടാള ക്യാമ്പ് ബെന്നറ്റ് ഫാമിലിയുടെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് തമ്പടിക്കുകയാണ്. അപ്പോൾ ആ പട്ടാള ക്യാമ്പിൽപ്പെട്ട ഒരു സോൾജിയറാണ്, ഒരു യങ് സോൾജിയറാണ് വിക്കാം എന്ന് പറയുന്നത്. ഈ വിക്കാം വേറെ ചങ്ങായി ഉണ്ടല്ലോ, ഇവന് ബെന്നറ്റ് ഫാമിലിയിലെ 5 മക്കളായിട്ടൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്, നല്ലൊരു കമ്പനി ഉണ്ടാക്കുകയാണ്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് എലിസബത്തിനോട് വിക്കാം കൂടുതലായിട്ട് കമ്പനി ഉണ്ടാക്കുകയാണ്. എലിസബത്തിനോട് കൂടുതലായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ട് എലിസബത്തിനോട് ഒരു ദിവസം പറഞ്ഞു കൊടുക്കുകയാണ്, ഡാർസി എന്ന് പറയുന്നത് എൻ്റെ കുടുംബക്കാരനാണ്, എങ്ങനെയാണ് ഡാർസി ഞങ്ങളുടെ പൈസയും പണവും ഒക്കെ തട്ടിയെടുത്തതെന്നും ഞങ്ങളെ പറ്റിച്ചതെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ലഭിക്കേണ്ട അനന്തര സ്വത്തൊക്കെ ഡാർസി തട്ടിയെടുത്ത കഥകളൊക്കെ വിക്കാം എലിസബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് ബിങ്ക്ലിയും ഡാർസിയും തങ്ങളുടെ നാടായ നെതർഫീൽഡിൽ നിന്ന് അവിടുന്ന് തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. കുറച്ച് കാലത്തേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഈ ബിങ്ക്ലിയെയും സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയച്ചതും ഡാർസിയാണെന്ന് എലിസബത്ത് ചിന്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതൊക്കെ പാടായപ്പോൾ എലിസബത്തിന് ഡാർസിയോട് ഭയങ്കര വെറുപ്പ് തോന്നുക. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി. എലിസബത്തിന് ഒരു ഫ്രണ്ട് ഉണ്ടായിന്, ഒരു കൂട്ടുകാരി ഉണ്ടായിന്, ഷാർലറ്റ് എന്ന അവളെ പേര്. അപ്പോൾ ഈ ഷാർലറ്റിൻ്റെ വിവാഹം ഈ ഇടയ്ക്ക് കഴിഞ്ഞ്. അപ്പോൾ എലിസബത്ത് ഷാർലറ്റിനെ കാണാൻ തങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. ഷാർലറ്റിനെ വിവാഹം കഴിഞ്ഞല്ലോ, അപ്പോൾ ഷാർലറ്റിനെ ഒന്ന് കാണാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എലിസബത്ത് ഷാർലറ്റിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ഷാർലറ്റിന് പുതിയ അയൽവാസികളൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഒരു ലേഡി കാതറിൻ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഷാർലറ്റിന് അയൽവാസിയായിട്ട് പുതിയതായിട്ട് അവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാർലറ്റിനോട് കമ്പനിയായി ഷാർലറ്റിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ താമസിച്ചപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ലേഡി കാതറിൻ്റെ അടുക്ക് പോവുകയും ഓരോടുമായിട്ടും എലിസബത്ത് ബന്ധം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ലേഡി കാതറിനോട് എലിസബത്ത് ലോക്യം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് എലിസബത്തിന് മനസ്സിലായത് എന്താ അറിയോ, ഈ ലേഡി കാതറിൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഡാർസി ഉണ്ടല്ലോ, ഡാർസിയുടെ ആൻറ്റിയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡാർസി തൻ്റെ ആൻറ്റിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഡാർസി വന്നപ്പോഴാണ് എലിസബത്ത് അവിടെ ഉണ്ടെന്ന് ഡാർസി അറിഞ്ഞത്. അങ്ങനെ ഇവർ പരസ്പരം കണ്ട് മീറ്റ് ചെയ്തു. ഇത്രയും കാലം എലിസബത്തിനെ കാണാതെ ഡാർസിക്കാകെ ഭ്രാന്തായി നിൽക്കുകയാണ്. ഇവളെ കണ്ടപ്പോൾ തന്നെ ഡാർസി നേരെ പോയിട്ട് ഇവളെ പ്രപ്പോസ് ചെയ്തു. ഇവളെ പ്രപ്പോസ് ചെയ്തപ്പോഴോ എലിസബത്ത് ആ സ്പോട്ടിൽ തന്നെ ആ പ്രപ്പോസൽ നിരസിച്ചാൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്.
എലിസബത്ത് എന്നിട്ട് ഡാർസിനോട് പറഞ്ഞ്, നിങ്ങൾ നല്ല മനുഷ്യനൊന്നല്ല, നിങ്ങൾ ക്രൂരനാണ്, നിങ്ങൾ വിക്കാമിനെ പറ്റിച്ച കഥകളൊക്കെ നമുക്കറിയാം, വിക്കാമ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ എലിസബത്ത് ഡാർസിയോട് പറഞ്ഞു. ആ സമയത്ത് ഡാർസി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഡാർസി തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീട് ഡാർസി പോയതിന് ശേഷം ഡാർസി എലിസബത്തിന് ഒരു കത്ത് എഴുതാണ്. ആ കത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് താനും വിക്കാമും തമ്മിലുള്ള ബന്ധമെന്നും വിക്കാം എങ്ങനെയാണ് തങ്ങളെ പറ്റിച്ചതെന്നൊക്കെ ഡാർസി വ്യക്തമായിട്ടല്ല എഴുതിയത്. വിക്കാം ശരിക്കും ഒരു ചതിയനാണ്, ഒരു തട്ടിപ്പുകാരനാണെന്നും വിക്കാം ഞങ്ങളെ ചതിച്ചിട്ടുണ്ടെന്നും മാത്രവുമല്ല ഡാർസിയുടെ സഹോദരിയുമായിട്ട് ഒളിച്ചോടാൻ വരെ ശ്രമിച്ച വ്യക്തിയാണ് വിക്കാമെന്ന് ഡാർസി എലിസബത്തിന് കത്തെഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ചപ്പോൾ എലിസബത്തിന് ഡാർസിയോട് ഒരു അനുകമ്പം തോന്നുകയാണ്. താൻ ഇതുവരെ ഡാർസിയെ തെറ്റിദ്ധരിച്ചതാണെന്നും ഡാർസിക്ക് ഞാൻ വിചാരിക്കുന്ന പോലത്തെ സ്വഭാവമല്ല ഉള്ളതെന്നും ഡാർസി നല്ലൊരു മനുഷ്യനാണെന്നും എലിസബത്ത് തിരിച്ചറിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എലിസബത്തും കുറച്ച് ആൾക്കാരും കൂടിയാണ്ട് പെമ്പേളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ നോർത്ത് ഭാഗത്തേക്ക് ഈ പെമ്പേളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വലിയ യാത്ര പോയപ്പോൾ എലിസബത്തിന് അറിയാൻ കഴിഞ്ഞു ഇവിടെ ഡാർസിക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ടെന്ന്. ഒരു വലിയ എസ്റ്റേറ്റ് ഡാർസിക്ക് സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. മാത്രവുമല്ല ഡാർസി അവിടെ ഇപ്പോൾ ഡാർസി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ആ എസ്റ്റേറ്റ് കണ്ടു കളയാമെന്ന് എലിസബത്തിന് തോന്നി. അങ്ങനെ എലിസബത്ത് ആ എസ്റ്റേറ്റ് കാണാൻ വേണ്ടി പോയി. അവിടെ എത്തിയപ്പോൾ ആ എസ്റ്റേറ്റിൻ്റെ വലുപ്പവും വ്യാപ്തിയും കണ്ട് എലിസബത്ത് ആകെ അന്തം വിട്ടു. മാത്രമല്ല അവിടെ ഡാർസിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടാര സമ്മാനമായിരുന്നു. ഇത്രത്തോളം വലിയ പണക്കാരനാണ് ഡാർസി എന്നത് എലിസബത്തിന് അപ്പോഴാണ് മനസ്സിലായത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഡാർസി അങ്ങോട്ട് കയറി വന്ന്. അങ്ങനെ എലിസബത്തിനെ തൻ്റെ എസ്റ്റേറ്റിൽ വെച്ച് ഡാർസി കണ്ട്. അങ്ങനെ അവിടുന്ന് കുറേ നേരം സംസാരിച്ച്. അപ്പോഴാണ് എലിസബത്തിന് ഒരു കത്ത് ലഭിക്കുന്നത്. എലിസബത്തിനൊരു കത്ത് വന്ന് ആ കത്ത് തുറന്ന് വായിച്ചു. ആ കത്ത് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ബെന്നറ്റ് ഫാമിലിയിലെ ഏറ്റവും ഇളയ മകളായ ലിഡിയ ഉണ്ടല്ലോ, ഈ ലിഡിയ വിക്കാമുമായിട്ട് ഒളിച്ചുകൂടിയിരിക്കുന്നു. അപ്പോഴാണ് എലിസബത്തിന് വിക്കാമിൻ്റെ ചതി മനസ്സിലാവുന്നത്. വിക്കാമ് ലിഡിയനെ ചാടിച്ചു കൊണ്ടുപോയി. ഇത് വായിച്ച് എലിസബത്ത് ആകെ തളർന്നുപോയി. കാരണം ഇത് കുടുംബത്തെ ബാധിക്കുന്ന ഒരു വലിയ വിപത്താണ്, ഒരു വലിയ പ്രശ്നമാണ്. കാരണം അവിടുത്തെ നടപ്പനുസരിച്ച് ഈ ഒളിച്ചോട്ടം എന്നുള്ളത് കുടുംബത്തിന് വളരെയധികം അപമാനകരമാണ്. അപ്പോൾ തന്നെ വേഗം എലിസബത്ത് തൻ്റെ വീട്ടിലേക്ക് ആ എസ്റ്റേറ്റിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴാണ് അടുത്തൊരു കത്ത് കിട്ടിയത്. ആ കത്ത് പറയുന്നുണ്ട് വിക്കാമ് ലിഡിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിവാഹം ചെയ്താൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ വിക്കാമിന് വേണ്ട പണം ലിഡിയയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പണം കിട്ടിയപ്പോഴാണ് ലിഡിയയെ കെട്ടാമെന്ന് വിക്കാമ് സമ്മതിച്ചത്. പക്ഷേ പിന്നെയാണ് എലിസബത്തിന് മനസ്സിലായത് ആ പണം കൊടുത്തത് മറ്റാരുമായിരുന്നില്ല, ഡാർസി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഡാർസി എലിസബത്തിൻ്റെ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എലിസബത്തിന് ഡാർസിയോടുള്ള ആദരവ് ഒന്നും കൂടിയും കൂടുകയാണ്. അങ്ങനെ വിക്കാമ് ലിഡിയയും കൊണ്ട് തിരിച്ചു വന്നു. അവരുടെ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടത്തി കൊടുത്തു. യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നെതർഫീൽഡ് പാർക്ക് എന്നുള്ള ഈ ബെന്നറ്റ് ഫാമിലീൻ്റെ നാടുണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ബിംഗ്ലിയും ഡാർസിയൊക്കെ തിരിച്ചു വരികയാണ്. അങ്ങനെ ബിംഗ്ലിയും ജെയിനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് തുടർന്നു തന്നെ പോവുകയാണ്. പക്ഷേ ഈ സമയത്തൊന്നും ഡാർസി എലിസബത്തിനോട് തൻ്റെ ആഗ്രഹം പറയുന്നില്ല. എനിക്ക് തന്നെ കെട്ടണം എന്നുള്ള കാര്യം ഡാർസി വെളിപ്പെടുത്തുന്നില്ല. ഒരു പ്രാവശ്യം തന്നെ പ്രൊപ്പോസ് ചെയ്ത് മൂഞ്ചിയതാണ്. അതുകൊണ്ട് തന്നെ ഡാർസിക്ക് വീണ്ടും എലിസബത്തിനെ പ്രൊപ്പോസ് ചെയ്യാൻ ചെറിയൊരു മടിയുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡാർസിയുടെ ആൻറ്റി ഉണ്ടല്ലോ, ലേഡി കാതറിൻ, നേരത്തെ പറഞ്ഞല്ലോ, ഈ ലേഡി കാതറിൻ ഇവരുടെ വീട്ടിലേക്ക് വരികയും ഇവരുടെ വീട്ടിൽ, അതായത് ആ മാൻഷനിൽ കുറച്ച് തങ്ങുകയും ചെയ്യാണ്. ഈ ഒരു സമയത്ത് ഈ ലേഡി കാതറിൻ എലിസബത്തിനെ കണ്ടുമുട്ടുകയും എലിസബത്തിനോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. അതായത് എനിക്ക് തന്നോട് കുറച്ച് കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ലേഡി കാതറിൻ എലിസബത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞത് ഇതായിരുന്നു: ഡാർസിയെ എനിക്കറിയാം. ഡാർസി നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഡാർസി നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴെങ്കിലും ഡാർസി നിന്നെ പ്രപ്പോസ് ചെയ്തേക്കാം. പക്ഷേ നീ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യരുത്. നീ അത് റിജക്റ്റ് ചെയ്യണം. നീ ഞങ്ങളുടെ കുടുംബത്തിന് യോജിച്ചതല്ല. ഞങ്ങൾ കുറച്ച് പണമുള്ള പത്രാസുള്ള ടീമാണ്. നീ ഞങ്ങൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഡാർസി എപ്പോൾ വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്താലും നീ റിജക്റ്റ് ചെയ്യണമെന്ന് ലേഡി കാതറിൻ എലിസബത്തിനോട് പറയാണ്. അപ്പോൾ എലിസബത്ത് ലേഡി കാതറിനോട് പറയാണ്, ഞാനൊരിക്കലും ഡാർസിയെ വിവാഹം ചെയ്യാനൊന്നും വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാൻ റിജക്റ്റ് ചെയ്യാമെന്ന് എലിസബത്ത് ലേഡി കാതറിനോട് പറയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡാർസിയും എലിസബത്തും നടക്കാൻ വേണ്ടി പോവാണ്. ഓലിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിനിടയിൽ ഡാർസിക്ക് തൻ്റെ ആഗ്രഹം മറച്ചു വെക്കാനായില്ല. ഡാർസി എലിസബത്തിനോട് തുറന്നു പറഞ്ഞു,
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ വിവാഹം ചെയ്യണമെന്ന് ഡാർസി പറഞ്ഞു. എന്നാൽ കേട്ട പാതി കേൾക്കാത്ത പാതി എലിസബത്ത് ചാടി കയറി ഞാൻ സ്വീകരിക്കുന്നു, എനിക്ക് നിങ്ങളെ വേണമെന്ന് പറയുകയാണ്. അങ്ങനെ അവരവിടെ സെറ്റാവാണ്. അങ്ങനെ ഇവർ സെറ്റായി 2 ദിവസം കഴിഞ്ഞു. ജെയിനിൻ്റെയും ബിങ്ക്ലിയുടെയും കല്യാണം ഒരുമിച്ചും അതുപോലെ തന്നെ ഡാർസിയുടെയും എലിസബത്തിൻ്റെയും ഒക്കെ കല്യാണം ഒപ്പര നടക്കുകയാണ്. അങ്ങനെ നല്ലൊരു അസുലഭ മുഹൂർത്തത്തോടെ കഥ ഇവിടെ തീരുകയാണ്. അപ്പോൾ കഥ ഇവിടെ തീർന്ന്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.